സാർ എൻ്റെ നാടൻപാട്ടിൽ കേട്ടിട്ടുണ്ടോ സാറ്? പിന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ നാടൻപാട്ടിൽ ഞാൻ വലിയ കവി അല്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അർത്ഥങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായൊരു പെണ്ണും പ്രായമായൊരു മുത്തശ്ശി ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരേപോലെയാണ്. കാരണം പ്രായമായ പെണ്ണിനെ അതാ സമയങ്ങളിൽ കല്യാണം കഴിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ചീത്തപ്പേരായിരിക്കും. വയസ്സായ അമ്മൂമ്മ കറക്റ്റ് ടൈമിൽ മരിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാവരും ശപിക്കുകയും ചെയ്യും. അത് രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഒരു അമ്മ പാടാണ്, എൻ്റെ മുളു വള്ളിയമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി, പൊത്തിലിരിക്കണ പാമ്പും പൂരയ്ക്കല പെണ്ണും ഒരുപോലെ, അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണു ഭഗവതിയെ, പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണു ഭഗവതിയെ, എൻ്റെ മുളുവള്ളിയമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി, പൊത്തിലിരിക്കണ പാമ്പും പൂരയ്ക്കല പെണ്ണും ഒരുപോലെ, അത്തപ്പൂവത്തൊരു ചേലാണ് പെണ്ണ് തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, പെണ്ണിൻ്റെ ചന്തം നടത്താൻ കണ്ടൻ്റെ ഉള്ളു കിടുങ്ങണു ഭഗവതിയെ, ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ ആദിയും പാതിയും തീർന്നേനെ, ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ ആദിയും പാതിയും തീർന്നേനെ, കണ്ണമ്പുഴ കാവിലമ്മ ഭഗവതി കാവല് നിന്നു നീ കാത്തോളൂ, കണ്ണമ്പുഴ കാവിലമ്മ ഭഗവതി ആളായി നിന്നു നീ കാത്തോളൂ. അതിനകത്ത് കുറച്ച് ഒരു എന്താ പറയുക, പാവപ്പെട്ടവൻ്റെ ഒരു വിഷമം, ഒരു മണ്ണിൻ്റെ മണം എന്നൊക്കെ പറയില്ലേ. ഈ നമ്മളിപ്പോൾ എന്താ പറയുക, ചില പാട്ടുകൾ എങ്ങനെയാണ് നന്നായിട്ട് വെള്ളക്കടിച്ച് വീട്ടിൽ വന്നിട്ട് ചില ഭർത്താക്കന്മാർ കാണിക്കാറുണ്ട്, അങ്ങോട്ട് നിന്ന് തുള്ളാണ്. അപ്പോൾ ഈ പെണ്ണ്, പാവപ്പെട്ട പെണ്ണ് അരി എവിടെ നിന്നൊക്കെ കടം മേടിച്ചു കൊണ്ടിട്ടാണ് അരി വയ്ക്കുന്നത്. കൊച്ചുകുട്ടിയാണെങ്കിൽ അവിടെ കിടന്നുറങ്ങാണ്. അപ്പോൾ അതാണ് ഈ ചുമരാണെങ്കിൽ കെട്ടിയിട്ടുമില്ല, ആ കുട്ടി താഴെ കിടക്കുന്നുണ്ട്. ഇയാൾ ഈ ചുമരുമ്പ് പിടിച്ചിട്ടാണ് ഇയാൾ ഈ തുള്ളി പറയണത്. ഇയാൾ പറഞ്ഞെന്ന് വെച്ചാൽ, ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളാണ് ഞാനാണ്ടിയെ, ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളാണ് ഞാനാണ്ടിയെ. അപ്പോൾ ഭാര്യ പറയാ, കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളിട്ട് കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടല്ലേന്ന്, കൊടുങ്ങല്ലൂരമ്മയ്ക്ക് കോമരം തുള്ളിട്ട് കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടല്ലേന്ന്. അപ്പോൾ ഇയാൾ പറയാ, കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടണതല്ലടി മുറിച്ചൊമര് പിടിച്ചാണ് തുള്ളണത്, കുട്ടിയുടെ തലക്കിട്ട് ചവിട്ടണതല്ല ഞാൻ മുറിച്ചൊമര് പിടിച്ചാണ് തുള്ളണത്. അപ്പോൾ ഈ അടുപ്പിന്ന് ഈ ഇതിൻ്റെ കൂട്ടാൻ്റെ മണം വന്നപ്പോൾ ഇയാൾ പറയാ, കൂട്ടാൻ തിളയ്ക്കാണ് ചൂരാണ് കേക്കാണ് ചാറ് തിളച്ചു മറഞ്ഞാലോ, കൂട്ടാൻ തിളയ്ക്കാണ് ചൂരാണ് കേക്കാണ് ചാറ് തിളഞ്ഞു മറഞ്ഞാലോ, വയലിക്ക് 5-6 മാസം കിടക്കാണ് ചോറ് വിളമ്പടി പെണ്ണൊരുത്തിയെ, വയലിക്ക് 5-6 മാസം കിടക്കാണ് ചോറ് വിളമ്പടി പെണ്ണൊരുത്തിയെ. ഏത് കുടിയനും പോലീസ് വണ്ടി കണ്ടറിയാൻ പറ്റും, അപ്പം ഇറങ്ങി പോകുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് സാധാരണ നമ്മൾ ഇറക്കി. പിന്നെ അതിൽ കുറച്ച് ഫാഷനായിട്ട് നമ്മൾ ഓരോ പാട്ടുകൾ കൊണ്ടിറക്കാറുണ്ട്. അത് ചില എന്താ പറയുക, നാടൻ പാട്ടിൽ തന്നെ, നാടൻ പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ തകതകതകതൈ വായ്ത്താരികളായിരിക്കും കൂടുതൽ. പക്ഷെ എനിക്ക് എൻ്റെ നാടൻ പാട്ടിൽ അതുണ്ടാവില്ല, ഫുൾ വരികളായിരിക്കും എല്ലാത്തിലും. ഇനിയിപ്പോൾ നമുക്ക് ഈ അഭിമുഖത്തിൽ രണ്ടാമത്തെ ആൾ വരികയാണ്. ഈ സ്വർണ്ണ വള പണിത തട്ടാൻ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താ പേര്? ബൈജു. ബൈജു എവിടെ പണിയെടുക്കണേ? ചാലക്കുടിയിൽ തന്നെ. കലാഭവൻ മണിയുടെ ഈ വള എത്ര നാൾ മുമ്പ് പണിതാണ്? 9 വർഷമായിട്ടുണ്ട്. 9 വർഷമായിട്ടുണ്ട്. നല്ല ഓർമ്മയുണ്ട്. മണിക്ക് വേറെയും ആഭരണങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ അല്ല. ഇത് വീട്ടിലേക്ക് വേണ്ട എല്ലാം പണിയാറുണ്ട്. ഇത് ഇരുമ്പ് വളയമ്മ സ്വർണം പൊതിഞ്ഞതാണ്. ഇരുമ്പ് വള സ്വന്തമായിട്ട് കയ്യിലുണ്ടായിരുന്നതാണോ? ഇതിനു വേണ്ടി മണിച്ചേട്ടൻ തന്നെ വാങ്ങിച്ചു തന്നാണ്. എത്ര പവൻ സ്വർണം പൊതിഞ്ഞു? ഇത് 4 പവൻ മീൻസ് 4 പവനും 1 ഗ്രാം സ്വർണം കൂടി ഉണ്ടാവും. പുതിയ സ്വർണവും പഴയ സ്വർണവും കണ്ടാൽ എല്ലാവർക്കും തിരിച്ചറിയാലോ? തീർച്ചയായിട്ടും. ഇത് കണ്ടാൽ പഴയ സ്വർണ്ണമെന്ന് അറിയില്ല. ഇതിപ്പോൾ എന്തല്ലേ, ഇതിപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി പോളിഷ് ചെയ്തു സാധനം, അതാണ് ഇത്രയും തിളക്കം തോന്നുന്നത്. അല്ലെങ്കിൽ പഴയതായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. ഇത് മുറിക്കാൻ വേണ്ടി ഹിയറിങ്ങിന് മണിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അരൊക്കെ കൊണ്ടാണോ പോയത്? അരല്ല, മറ്റേ ബ്ലേഡ് ഉണ്ട്, വാളും കൊണ്ടുപോയിരുന്നു. സ്വർണം മുറിക്കാവുന്ന ഒരു വാളുണ്ട്, ചെറിയൊരു വാള്, അതും കൊണ്ടുപോയിരുന്നു. അവരുടെ അടുത്ത് മുറിച്ച് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിരുന്നോ? ഓ, ഈ കാന്തം പരീക്ഷണം കസ്റ്റംസ് ഓഫീസുകാരുടെ മുമ്പിൽ കാണിച്ചിരുന്നോ?
ഇല്ല വേണ്ടി വന്നില്ല. അല്ലാണ്ട് തന്നെ അവർ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ബൈജു പണിത് കൊടുത്തൊരു വളയുടെ പേരിൽ ഇങ്ങനൊരു പ്രശ്നം മൂപ്പർക്കുണ്ടായതിൽ വിഷമമുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ട്. സ്വർണം പണിയുന്ന ആളുകൾ എപ്പോഴും കള്ളൻ എന്ന് വിളി കേൾക്കാൻ ഇടയുണ്ട്. സ്വർണം വാങ്ങിയിടുന്നവരും അത് കേൾക്കാൻ വിധിയുണ്ടെന്ന് വിചാരിച്ചിട്ടില്ല അല്ലേ? ഇല്ല. ഇപ്പോൾ മണി മാത്രമല്ല, മണിസ്വാമിയും കൂടിയാണ്. അതെ, മലയ്ക്ക് പോവാണ്. അതെ. എന്നാണ് മാലയിട്ടത്? ഞാൻ മാലയിട്ടിട്ട് ഇപ്പം ഇന്നേക്ക് രണ്ട് ദിവസം കഴിഞ്ഞു. എന്നാണ് യാത്ര ഉദ്ദേശിക്കുന്നത്? ഈ വരുന്ന 17-ാം തീയതി പോകണം. അപ്പം അതിനിടയ്ക്ക് 15-ാം തീയതി ഈ ഞായറാഴ്ച എൻ്റെ വീട്ടിൽ വെച്ചൊരു അയ്യപ്പൻ വിളക്കുണ്ട്. അപ്പോൾ അതിന് പഞ്ചവാദി ഉണ്ട്, പിന്നെ അതുകൂടാതെ ഉണ്ട് ശാസ്താംപാട്ട്, പിന്നെ ചിന്തുപാട്ട്, അയ്യപ്പൻ വിളക്ക്. ഞങ്ങളുടെ അവിടെ ഈ വിളക്കൊക്കെ പൂട്ടിയിട്ട് എതിരേൽപ്പ്, പിന്നെ ആവിച്ചാട്ടം, അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അന്നദാനമാണ്. എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കും? ഒരു 1000 പേർക്ക് ഭക്ഷണം ഉണ്ടാവും. ചാലക്കുടിക്കാർ തന്നെയാണോ? അല്ല, അയ്യപ്പന്മാരല്ല, ഭക്തന്മാരാണ്. പല സ്ഥലത്തു നിന്ന് വരുന്ന ഭക്തരായിരിക്കും. വരുന്ന ഭക്തന്മാരാണ്. പിന്നെ അതിൽ സന്തോഷം ആ ഇതിൽ പങ്കുകൊള്ളാനായിട്ട് എൻ്റെ സുഹൃത്തായ നടൻ ദിലീപും വരുന്നുണ്ട്. പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് വേറെ പെരിയസ്വാമിമാരും ഇല്ല? ഇല്ല, പെരിയസ്വാമിമാർ ആരുമില്ല. ദിലീപ് തന്നെ ഏറ്റവും നമ്മുടെ ദിലീപ് പ്രധാനപ്പെട്ട ആളായിട്ട്. മലയ്ക്ക് പോകാറുള്ളതാണ്. ഇത്തവണ പോകുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് പ്രാർത്ഥിക്കാനുണ്ടോ? ഇല്ല, പുതിയതായിട്ട് പ്രാർത്ഥിക്കാൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു സുഖം തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ താജ്മഹലായ ദാസേട്ടൻ, ആ ദാസാറ് പാടിയ ആ ഗാനം ഞാൻ ഒരു എൻ്റേതായൊരു ശൈലിയിൽ ഹരിവരാസനം എന്നുള്ള പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. എനിക്കത് ശബരിമലയിലേക്ക് പോകുമ്പോൾ ആ കടകളുടെ സൈഡിൽ കൂടെ അത് കേട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് കാസറ്റായിട്ട് ഇറക്കിയിരിക്കുകയാണ്, CD ആയിട്ട് ഇറക്കിയിരിക്കുക. മനസ്സിലുണ്ട് ഒരു മണികണ്ഠൻ എന്നാണ്. പിന്നെ എൻ്റെ മകളും ആദ്യമായിട്ട് ആ CD പാടിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു പാട്ട് ഒരു വരി പാടണ്ടേ? അങ്ങനെ അത് എനിക്ക് അതിൻ്റെ വരികൾ എനിക്ക് പെട്ടെന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല. ഹരിവരാസനോ? അത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഞാൻ പാടിയാൽ ശരിയാവില്ല, സംസ്കൃതം. കാരണം ഒരു വലിയൊരാൾ പാടിയ പാട്ടാണ്. ശരി. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ എനിക്കതിനൊരു അവസരം കിട്ടി. ദാസേട്ടനെയും SP സാറിൻ്റെയും മുമ്പിൽ, അവരുടെ മുമ്പിൽ നിന്ന് പാടാനൊരു വലിയൊരു വേദി അത് കൈരളി ചാനൽ തന്നെയാണ് ഒരുക്കി തന്നത്. അതിന് 1000 നന്ദിയുണ്ട്. അതിന് പ്രത്യേകിച്ച് ദാസേട്ടനോടും 1000 നന്ദി പറയാം. വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടാവില്ലേ ഇത്തവണ മലയ്ക്ക് പോകുമ്പോൾ? ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ എല്ലാവരുടെ കൂടെയും ദൈവം നിൽക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതുമൂലം ആ തെറ്റിദ്ധാരണ നീങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും മണിയുടെ സത്യസന്ധതയെ കുറെ കൂടുതൽ നല്ല രീതിയിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഈ വളയിട്ട് തന്നെ നടക്കണം. ഈ വള മണിയുടെ സത്യസന്ധതയുടെയും കൂടി തെളിവായിട്ട് നാളെ മാറുകയാണ്. വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും പറഞ്ഞു. എങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ.